നാളെ വിളിക്കാനാ മുതൽ 2016 വരെ ഞാൻ ഇവിടുത്തെ മെമ്പറായിരുന്നു. അത് പ്രകാരം ഞാനാണ് മാനേജിംഗ് പാർട്ണർ. അപ്പൊ ഞാൻ റെപ്രസെന്റ് ചെയ്ത കമ്പനിയാണ് ഫ്രൈഡേ ഫിലിംസ്. എന്റെ പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിവിടെ ഉള്ള റെക്കോർഡ്സിലുള്ളതല്ലേ, അങ്ങനെ റെക്കോർഡ്സ് ഇല്ലാണ്ട് ഇരിക്കുന്നത്. സാംഗ്ല തോമസ് പ്രൊഡക്ഷൻസിന്റെ ആപ്ലിക്കേഷൻ. അതെ, അത് 24/6/2024 അതിന്റെ കൂടെ അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയും പറഞ്ഞിട്ടുണ്ടോ അതിന്റെ കൂടെ തന്നെ ഉള്ളത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ റെക്കോർഡ്സിന് 3 ഇവിടുത്തെ റെക്കോർഡ്സ് ഇല്ലാന്ന് സാറിന് എങ്ങനെ അറിയാം? ഇവിടുത്തെ റെക്കോർഡ്സിൽ ഓൾറെഡി എന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ സെൻസർ എനിക്കിവിടെ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ആളായിരുന്നു 2016 വരെ. എവിടെയാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെയാണല്ലോ. ഇവിടുത്തെ മെമ്പർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ഇവിടെ മാനേജിംഗ് പാർട്ണർ ആയിരുന്ന ആളാണ് ഞാൻ. എന്റെ കമ്പനിയുടെ മാനേജിംഗ് പാർട്ണർ ഞാനായിരുന്നു. അപ്പൊ എന്റെ പേരിലാണ് സെൻസർ ചെയ്തേക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇവിടുത്തെ റെക്കോർഡ്സിലുണ്ട്. അതില്ലാതെ എങ്ങനെ പറയാൻ പറ്റും? ഞാൻ സെയിം സാംഗ്ല തോമസ് തന്നെയാണ്. ഫേം മാറി എന്നുള്ളതല്ലേ ഉള്ളൂ. ഇപ്പൊ വിശാലിന്റെ വിശാലിന്റെ 2 ഫേമാണ്. അതേപോലെ തന്നെ 2 ഫേമാണ്. എക്സിസ്റ്റിംഗ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാർ? ബൈലോയിൽ എവിടെയെങ്കിലും എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടോ സാർ? എന്തിന്റെ ബേസിസിലാണ് നോക്കുന്നത്? ഒരു റെഗുലർ മെമ്പറിന് 3 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഒരു റെഗുലർ മെമ്പറിന് 3 സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ എലിജിബിൾ ആണെന്നാണ് ബൈലോയിൽ പറഞ്ഞത്. അത് പ്രകാരം ഞാൻ എലിജിബിൾ ആണ്. ഞാൻ 9 പടങ്ങൾ എന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളാണ്. 24/6/2024 നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷയോ മെമ്പർഷിപ്പിന് വേണ്ടി ഇവിടെ ഇത്രയും പേരുടെ സാധനം ചെയ്തതിൽ ആരുടെയെങ്കിലും രജിസ്ട്രേഷൻ ഈ മെമ്പർഷിപ്പ് സാധനം എടുത്തോ? എന്തിനാ എന്റെ മാത്രം എടുത്തത്? എന്റെ മാത്രമല്ല രജിസ്ട്രേഷന്റെ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും സെൻസസ് സർട്ടിഫിക്കറ്റിൽ എടുത്തിട്ടുള്ളൂ. എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്റെ ഇല്ല എന്നുള്ളത് സാറിന് അറിയാം. അതാണ് ഞാൻ ചോദിച്ചത്. ഈ ഫയൽ എടുത്തിട്ട് ഈ ഫയൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷ അതിനകത്തുനിന്ന് എന്തെങ്കിലും കടലാസ് ഇവരെടുത്ത് മാറ്റിയിട്ടുണ്ടോ? ഇല്ല. എനിക്കറിയില്ല. ഇപ്പൊ ഞാനത് അവര് പറഞ്ഞ റെഗുലർ മെമ്പർ ആവാൻ എന്നോട് പറഞ്ഞത് ഇപ്പൊ എന്റെ ആധാർ കാർഡും എന്റെ ഡ്രൈവിംഗ് ലൈസൻസും ആണെങ്കിൽ അതായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. അതേപോലെ ഞാൻ ചോദിച്ചത് റെഗുലർ മെമ്പർ ആവാൻ ഇവിടെ റെഗുലർ ഫേമിനാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അത് സാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഒരു ഫേമിന്. അതുപോലെ തന്നെ സാംഗ്ല തോമസ് പ്രൊഡക്ഷൻസ് എന്ന ഫേമിന് മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു റെഗുലർ മെമ്പറിന് 3 സെൻസർ സർട്ടിഫിക്കറ്റ് അവരുടെ ക്രെഡിറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർ എലിജിബിൾ ആണെന്ന് ബൈലോയിലുണ്ട്. എന്നിട്ട് സാർ എന്തിനാണ് ഇതിനകത്തില്ല എന്ന് പറയുന്നത്? എന്റെ മുമ്പിൽ വരുന്ന ഈ റെക്കോർഡാണ്. റെക്കോർഡ്സിലുണ്ട്. അത് എടുക്കാനല്ല ഞാൻ അവരോട് പറയുന്നത്. ഇവിടുത്തെ റെക്കോർഡ്സിൽ മുമ്പൂടെ ഫ്രൈഡേ ഫിലിംസിന്റെ മാനേജിംഗ് പാർട്ണർ, അത് കഴിഞ്ഞ് ഇവരെ മാറ്റി വിജയ് ബാബു മാനേജിംഗ് പാർട്ണർ ഒരു പാർട്ണറുമായി. അത് കഴിഞ്ഞ് 2017 ഇവര് അതിൽ നിന്ന് മുഴുവനായിട്ട് മാറി യാതൊരു അവകാശവും ഇല്ല. ഈ മുഴുവൻ പടങ്ങളും വിജയ് ബാബുവിന്റെ ഓണർഷിപ്പിലാണെന്നും അയാളുടെ ഒരവകാശവും ഇല്ല എന്നും സെൻസർ സർട്ടിഫിക്കറ്റ് എന്റെ പേരിൽ സെൻസർ ചെയ്തിരിക്കുന്ന സിനിമ എന്റെ പേരിൽ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ഫേം മാറിയിട്ടേ ഉള്ളൂ. എന്റെ പേരിൽ സെൻസർ ചെയ്തിരിക്കുന്ന സിനിമകൾ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണ്. അതെങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റില്ല? ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. വിശാഖ് 2 ഫേമിന്റെ പേരിൽ ചെയ്തതുപോലെ തന്നെ ഞാനും 2 ഫേമിന്റെ പേരിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ആ ഫേമിന്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നു ഞാൻ പാർട്ണർഷിപ്പ് മാറിയെന്ന് എന്റെ പേരിൽ സെൻസസ് സർട്ടിഫിക്കറ്റ് മാറുന്നില്ലല്ലോ. ഞാൻ ചെയ്ത സിനിമ എന്റെ പേരിൽ അല്ലാതാവുന്നില്ലല്ലോ. ഇപ്പൊ ചാനലുകൾ വരുമ്പോ വിജയ് ബാബുവിന്റെ പേരിലാണോ അതിന്റെ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത്? അല്ലല്ലോ, എന്റെ പേരിൽ തന്നെ കിടക്കുന്നത്. നിർമ്മാതാവ് ഞാൻ തന്നെയാണ്. ഇത് ഞങ്ങൾ വിറ്റ്നസ് ചെയ്യേണ്ട കാര്യമില്ല. സാറിനാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അസോസിയേഷനിൽ മെമ്പർഷിപ്പിന് കൊടുത്ത ഒരു അപേക്ഷയായിരുന്നു. എനിക്കൊരു സംശയം തോന്നി. ഇനി
ഇവരോടുള്ള വരായ്ക്ക് എന്തെങ്കിലും വിരോധം പോലെ എന്തെങ്കിലും കലാശാലത്തിൽ മാറ്റിയിട്ടുണ്ടോ? അതങ്ങനെ സാറ് തോന്നാനുള്ള കാരണം ഞാൻ അല്ല, അത് വേറെ ആരുടെയും അങ്ങനെ എല്ലാ സാധനവും എടുത്ത് കാണിട്ടില്ല. അപ്പൊ എനിക്ക് മാത്രം സംശയമുണ്ട്, വേറെ ആർക്കും സംശയമില്ല. എനിക്ക് മാത്രം സംശയമുണ്ടോ എന്ന് ചോദിക്കാനുള്ള സാറിന്റെ കാരണം അത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി കാണുമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഈ കടലാസ് നിങ്ങൾ തന്നതാണോ, കൊടുത്തതാണോ? അതെ, ഞാൻ കൊടുത്താണ്.